Hi dear student, നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ലെക്ചർ സീരീസിൽ നെക്സ്റ്റ് സെക്ഷൻസിലോട്ട് വരുമ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്. ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻസിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസുകളും എത്തിക്സും. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡെഫിനേഷൻസ്, ഡിഫറെൻറ്റ് ആസ്പെക്ട്സുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി. അപ്പം ഹോസ്പിറ്റലിൻ്റെ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിലോട്ട് പോകാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റൽസിൻ്റെ ബാക്ക് ബോൺസ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ. ഈ ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണ് നമ്മുടെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകളെയും കൂടെ നിർത്തി പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളില്ലാതെ ഹോസ്പിറ്റലിൻ്റെ ഫങ്ഷൻസുകൾ വളരെ ബുദ്ധിമുട്ടായി മാറുന്നതാണ്. അപ്പം എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഡെഫിനേഷൻസിലോട്ട് കിടക്കുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ സിസ്റ്റമാറ്റിക് ആൻഡ് കോംപ്രഹെൻസീവ് പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് and coordinating the various elements of healthcare facility. Its primary aim is to ensure the smooth and effective operations of the hospital. അപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്രഹെൻസീവ് പ്രോസസ്സാണ്. ഇത് സിസ്റ്റമാറ്റിക്കലി നമ്മൾ എല്ലാ പ്രോസസ്സുകളെയും പ്ലാൻ ചെയ്ത് അതിനെ ഓർഗനൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഡയറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ തന്നെ ഫങ്ഷൻ ചെയ്യുന്നത്? ഇത് ഒരു നഴ്സിനോ ഇല്ലെങ്കിൽ ഡോക്ടേഴ്സിനോ തന്നെ ഹാൻഡിൽ ചെയ്താൽ പോരെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്യും. അവിടെയാണ് നമുക്കിതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് കെയർ ആണ്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, തേർഡ് വൺ കോംപ്ലയൻസ്, എഫിഷ്യൻസി ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഓരോ കോമ്പണൻസിലോട്ടും നമുക്ക് മൂവ് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പറയുന്നത് പേഷ്യൻ്റ് കെയർ ആണ്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് കെയറുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയിട്ട് വേണം ഹോസ്പിറ്റൽസുകൾ റൺ ചെയ്യാൻ. എന്നാൽ മാത്രമേ അവരുടെ പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷനും ഡിലൈറ്റ്മെൻറ്റ്സുകളും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് നമുക്ക് ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ്സുകളാകാം, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നതാകാം, അതേപോലെ അവരെ ഷെഡ്യൂൾ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള അവരുടെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിലാണ്. നെക്സ്റ്റ് സിഗ്നിഫിക്കൻറ്റ് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. എന്താണ് ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി? നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്. എന്നാൽ കൂടി നമുക്ക് ഫൈനാൻസുകൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നതാണ്. നമ്മൾ ഡെയിലി ഓപ്പറേഷൻസുകൾ നടത്തി വരാൻ വേണ്ടിയിട്ട് ഫൈനാൻസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി നിൽക്കുന്നതാണ്. നമുക്ക് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം, അവിടുത്തെ എക്യുപ്മെൻറ്റ്സുകൾ പർച്ചേസ് ചെയ്യണം. ഇതിനൊക്കെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നൊരു ഫാക്ടർ തന്നെ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ പ്രോസസ്സുകളൊക്കെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം പ്രോഫിറ്റബിലിറ്റി നമുക്ക് ഈ സർവീസസിൽ നിന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കോംപ്ലിയൻസ് ആണ്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ടീമാണ് നമ്മുടെ ഇൻറ്റേർണൽ കോംപ്ലിയൻസും അതേപോലെ എക്സ്റ്റേണൽ റെഗുലേറ്ററി ഫാക്ടേഴ്സുകളും മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻസിനും ഗൈഡ് ലൈൻസിനും അനുസരിച്ചിട്ട് റൺ ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാവരും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെതാണ്. ഇങ്ങനെ കോംപ്ലിയൻസുകൾ ഉറപ്പുവരുത്തുന്നതോടുകൂടി നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സർവീസസുകൾ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്നും പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് വരുന്നത് എഫിഷ്യൻസിയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകൾ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ റിസോഴ്സസുകളും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ടിവിറ്റി സിസ്റ്റം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ നാളെ ഫേസ് ചെയ്യാൻ പോകുന്ന ഹഡിൽസുകൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ സ്ട്രാറ്റജിക് പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഡെഫിനിഷനും അതേപോലെ സിഗ്നിഫിക്കൻസ്. ഡെഫിനിഷൻസിൻ്റെ ബ്രീഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോംപ്രഹെൻസീവ് ആക്ടിവിറ്റികളെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതും. ഇതിൻ്റെ സിഗ്നിഫിക്കൻസുകൾ എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പേഷ്യൻ്റ് കെയർ ആണ്.
അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കോംപ്ലയൻസ്, എഫിഷ്യൻസി ആൻഡ് സ്ട്രാറ്റജിക് പ്ലാൻ. ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, എങ്ങനെ നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് നമുക്ക് ഒരു മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള ഡൊമൈൻസുകൾ എന്ന് പറയാം. ഒന്ന് മാനേജറൽ ഏരിയാസുകളും ഉണ്ടാവും, ഫങ്ഷണൽ ഏരിയാസുകളും. നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയാസുകളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫങ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് മാനേജറൽ ഫങ്ഷൻസും ഫങ്ഷണൽ ഏരിയാസും. മാനേജറൽ ഫങ്ഷണൽ ഏരിയാസുകളിലാണ് നമുക്ക് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് സ്റ്റാഫിങ് നടത്തി അതിനെ ഡയറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ മാനേജറൽ ആസ്പെക്ട്സുകളാണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും റിസോഴ്സസുകളും ഒക്കെയാണ് ഫങ്ഷണൽ ഏരിയാസുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് നമ്മുടെ മാൻ പവർ പ്ലാനിങ്സ്. ഈ മാൻ പവർ പ്ലാനിങ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ റിക്രൂട്ട്മെന്റ്സുകളും സെലക്ഷൻസുകളും നടത്തുന്നത്. സെലക്ട് ചെയ്ത് ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്സുകളും ഡെവലപ്മെന്റ്സുകളും കൊടുക്കും. മാർക്കറ്റ് ചെയ്യുന്ന നമ്മുടെ ഫെസിലിറ്റീസുകൾ, അതേപോലെ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്ക് അപ്രൈസൽ കൊടുത്ത് അവരെ കോംപ്ലിയൻസ്, അവർക്ക് പ്രോപ്പറായിട്ടുള്ള മോട്ടിവേഷൻസ് നൽകി റിവാർഡ്സുകൾ ചെയ്യുന്നതാണ് അപ്രൈസൽ സിസ്റ്റം. ലോ ആൻഡ് ഓർഡർ ഫോളോ ചെയ്യുന്നത്, അതേപോലെ പബ്ലിക് റിലേഷൻ. അപ്പോൾ നമ്മൾ അവിടെ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ഫസ്റ്റ് തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻസ്, നെക്സ്റ്റ് വരുന്നത് സിഗ്നിഫിക്കൻസ്, നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഫങ്ഷൻസ്. ഇനി നമുക്കൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസുകൾ, ഇത് ഹോസ്പിറ്റൽ എന്നല്ല ഏതൊരു ഓർഗനൈസേഷനായി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസുകളുണ്ട്. ആ പ്രിൻസിപ്പിൾസുകളെയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനറൽ ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിളുകൾ നമ്മൾ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ അപ്പം നമുക്ക് എന്താണ് ഈ ജനറൽ പ്രിൻസിപ്പിൾസുകൾ എന്ന് അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഡെഫിനിഷൻസിലോട്ട് പോകുമ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതും വെറുതെ ഏറ്റവും ഹൈ കോസ്റ്റ് അല്ലെങ്കിൽ ഹൈ എൻഡിലായിട്ട് ചെയ്യുക എന്നല്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്നത് അറ്റ് ദ സെയിം ടൈം ഏറ്റവും ചീപ്പസ്റ്റ് വേയിൽ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ FW ടൈലർ നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു and then seeing that it is done in the best and the cheapest way. ഇതിന്റെ ഹെൻറി ഫോയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാനേജ്മെന്റ് ഈസ് ദ ഫോക്കസ്ഡ് ആൻഡ് ടു പ്ലാൻ, ഓർഗനൈസ്, കമാൻഡ് ആൻഡ് കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ. ഇതിന്റെ ഫങ്ഷൻസുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പറഞ്ഞ പോലെ തന്നെ മാനേജറിയൽ ഫങ്ഷൻസുകളും ഉണ്ട്, ഫങ്ഷണൽ ഏരിയാസുകളും. മാനേജറൽ ഫങ്ഷൻസിലാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള പ്ലാൻ ചെയ്ത് അതിനെ ഓർഗനൈസ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള മാൻ പവറുകൾ കൊടുത്ത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുത്തിട്ട് നമ്മൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം മാനേജറൽ ഏരിയാസിലോട്ട് വരുമ്പം നമുക്ക് 5 പ്രിൻസിപ്പിൾസുകളാണ് വരുന്നത്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾസുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഏറ്റവും ബെസ്റ്റ് പോസിബിൾ വേ ഏതൊക്കെയാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്, എന്നിട്ട് അതിൻ്റെ റിസൾട്ട്സുകൾ ഏറ്റവും ബെസ്റ്റ് വേയിൽ നമുക്ക് തരുന്നതിനെയാണ് പ്ലാനിങ് എന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാനിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത് ഐഡന്റിഫൈങ് ദ ഗോൾസ് ആൻഡ് ഡിറ്റർമൈൻ ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ റിക്വയർഡ് ടു അച്ചീവ് ദോസ് ഗോൾസ്. നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുമ്പം നമ്മൾ പ്ലാൻ ചെയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ആൾമോസ്റ്റ് 50% ചാൻസസ് ആണ് എപ്പോഴും. മറിച്ച് അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹഡിൽ ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള നെക്സ്റ്റ് പ്ലാൻസുകളോ അല്ലെങ്കിൽ കൗണ്ടർ പ്ലാൻസുകളോ നമ്മുടെ കയ്യിൽ ഉണ്ടാകും. അപ്പോൾ പ്ലാനിങ് ഏതൊരു ഫങ്ഷൻസിൻ്റെയും ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി പ്ലാൻ ചെയ്ത കാര്യത്തിന് നമ്മൾ എന്താക്കണം? ഓർഗനൈസ് ചെയ്യണം. ഇത് ഓർഗനൈസ് ചെയ്യപ്പെടുന്നത് ഇത് എപ്പോഴാണ് ചെയ്യുന്നത്, ഇത് ആരൊക്കെ ചെയ്യണം, എന്തൊക്കെ സ്കിൽ സെറ്റുകളാണ് ഈ ഒരു
പെർട്ടിക്കുലർ ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വരുന്നത്. ഈ ഒരു സ്റ്റെപ്സുകളെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയപ്പെടുന്നത്. അതായത് പ്രോപ്പർ റെസ്പോൺസിബിലിറ്റികൾ കൊടുത്തിട്ട് നമുക്ക് ആവശ്യമായുള്ള സ്കിൽസുകളെയും മാൻ പവറിനെയും നൽകി ഒരു ആക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യും. അതിനെ ഓർഗനൈസിങ് എന്നും. നെക്സ്റ്റ് സ്റ്റാഫിങ്ങിൽ പറയപ്പെടുന്നത് നമുക്ക് ആവശ്യമുള്ള മാൻ പവറിനെ ആവശ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻസിലോട്ട് അവരെ നമ്മൾ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി കോർഡിനേറ്റ് ചെയ്യാം. ഇത് കോർഡിനേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് പ്രോപ്പർ ഗൈഡ് ലൈൻസുകളും ഡയറക്ഷൻസും കൊടുക്കുന്നതിനെയാണ് കോർഡിനേറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കൺട്രോൾസുകൾ. സംടൈംസ് നമ്മുടെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ വർക്ക് ഫോഴ്സുകൾ ഔട്ട് ഓഫ് ബോക്സ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഈ ഔട്ട് ഓഫ് ബോക്സസ് ചെയ്യുമ്പോൾ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. നമ്മുടെ ഗോൾസുകളും ഒബ്ജക്റ്റീവ്സിനും മീറ്റ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും ഫങ്ഷൻ ചെയ്യുന്നത്. ഇതാണ് കൺട്രോളിങ് എന്ന് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 5 മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസുകളാണ്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് പറയപ്പെടുന്നത് പ്ലാനിങ്, നെക്സ്റ്റ് ഓർഗനൈസിങ്, തേർഡ് വൺ ഈസ് സ്റ്റാഫിംഗ്, ദെൻ കോർഡിനേറ്റിംഗ്, ദെൻ കൺട്രോളിങ്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകും. എന്താണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റിന്റെ ഫൗണ്ടേഷൻസ് ആണ്. ഇതിൽ നമ്മുടെ ഗോൾ സെറ്റിങ്ങും എങ്ങനെ ഡിസിഷൻസ് മേക്കണം, എന്തൊക്കെ റിസോഴ്സസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് പ്ലാൻ ചെയ്ത് ഇതിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിനെയാണ് നമ്മൾ പ്ലാനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രോസസ്സ് നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായി വരുന്ന സ്റ്റെപ്സുകളെ കുറിച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സുകൾ. എന്താണ് നമുക്ക് വേണ്ട റിസൾട്ടുകൾ, എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ആക്ട് ചെയ്യുന്നതോടുകൂടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യണം. അപ്പോൾ ഗോൾസുകൾ, മെഷറബിൾ ആയിട്ടുള്ള ഗോൾസുകൾ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന് പ്രോപ്പറായിട്ടുള്ള ഏരിയാസുകൾ വേണം നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിമൈസസുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇന്റേണൽ ഫാക്ടേഴ്സുകൾ ഉണ്ടാവും, എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകൾ ഉണ്ടാകും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസുകൾ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. നമ്മൾ പ്ലാൻ ചെയ്ത രീതിക്ക് ഇത് നടന്നിട്ടില്ലെങ്കിൽ എന്താണ് പ്ലാൻ ബി എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് ഇങ്ങനൊരു ഹഡിൽ ഫേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് നമ്മൾ ആൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോസസ്സുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സെക്യൂറിങ് കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ പ്ലാൻ ഇംപ്ലിമെൻറ്റേഷൻസിൽ പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോളോ അപ്പും അപ്രൈസൽസ് ആണ്. നമ്മൾ പ്ലാൻ ചെയ്തത് ഏറ്റവും എഫക്റ്റീവ് വേയിൽ തന്നെയാണോ പ്ലാൻ ചെയ്തത്, ഇതിനെ സൂപ്പർവൈസ് ചെയ്യുന്നതിനെയാണ് ഫോളോ അപ്പ് ആൻഡ് അപ്രൈസൽ പ്ലാൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഗോൾസുകൾ സെറ്റ് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ പറയപ്പെടുന്നത് ഏതൊരു ഓർഗനൈസേഷൻസ് ആണെങ്കിലും സ്മാർട്ട് ഗോൾസുകൾ സെറ്റ് ചെയ്യണമെന്ന്. എന്താണ് ഈ സ്മാർട്ട് ഗോൾ? സ്മാർട്ട് ഗോൾസിൽ നമ്മൾ എപ്പോഴും പറയുന്നത് എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം. നമുക്കൊരു റാൻഡം ചോയ്സ് അല്ലാതെ നമുക്ക് ഡയറക്റ്റ് വിഷൻസ് ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്പെസിഫിക് ആയിരിക്കണം. നെക്സ്റ്റ് വൺ മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. അപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ സ്മാർട്ട് ഗോൾസുകളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുക. സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റെലവൻ്റ് ആൻഡ് ടൈം ബൗണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഇത് ഹ്യൂമൻ റിസോഴ്സസുകളാകാം, ഫിസിക്കൽ റിസോഴ്സസുകളാകാം, ഫിനാൻഷ്യൽ റിസോഴ്സസുകൾ. ഇതിനെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് എന്ത് ഔട്ട്കം ആണോ കൊണ്ടുവരാൻ പറ്റുന്നത് അതിൻ്റെ ബെസ്റ്റ് ഔട്ട്കംസ് കൊണ്ടുവരാൻ ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സിങ്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയപ്പെടുന്നത്. അപ്പം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സുകളെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡിവിഷൻ ഓഫ് വർക്ക്. നമുക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസുകളും അതിൻ്റെ ഔട്ട്കംസുകളും ബേസ് ചെയ്തിട്ട് ഓരോ വർക്കുകളും ഇത് ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഡിവൈഡ് ചെയ്ത്
ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നതാണ്. അത് ഫിസിക്കൽ റിസോഴ്സസ് ആകാം, ഫൈനാൻഷ്യൽ റിസോഴ്സസ്. ഡിവിഷൻ ഓഫ് വർക്ക് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. നമ്മൾ ഡിഫറെൻറ്റ് യൂണിറ്റ്സുകളായിട്ട് അവരെ ഡിവൈഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ക്ലാസിഫൈങ് അതോറിറ്റിയാണ്. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ്സുകളോ അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിന് അതിനെ സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരു സുപ്പീരിയർ പവേഴ്സുകൾ കൊടുക്കണം. ഇത് ഹൈറാർക്കികളായിട്ടാണ് ഉണ്ടാകുന്നത്. എന്നാൽ മാത്രമേ അതിന് നമുക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമാൻഡ്സുകൾ വന്നിട്ട് നമ്മുടെ ഔട്ട്കംസിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് അതോറിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യണം. ആരുടെ അണ്ടറിൽ റിപ്പോർട്ട് ചെയ്യണം, ആരുടെ കമാൻഡിനനുസരിച്ചിട്ട് വേണം വർക്ക് ചെയ്യാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോർഡിനേഷൻ ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള റോൾസുകൾ ഡിഫൈൻ ചെയ്തിരിക്കണം. നമ്മൾ ഒരു പ്രോസസ്സിന്റെ ഇംപ്ലിമെന്റേഷന്റെ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് വരാൻ പാടില്ല. കാരണം ഈ ഔട്ട്കംസിന് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കാൻ ചാൻസസ്. അപ്പം ഓരോ റോൾസുകളും ക്ലിയർലി ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ് കൂടി പറഞ്ഞു കൊടുത്തിട്ട് മാത്രമാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് വേയിൽ ഓർഗനൈസ് ചെയ്തു എന്ന് പറയപ്പെടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോസസ്സോ ഇല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ ക്രിയേറ്റ് ചെയ്യുന്നതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണൽസ്, അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണൽസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയപ്പെടുന്നത്. നമുക്ക് സ്റ്റാഫിംഗ് പ്രോസസ്സുകൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മാൻ പവർ റിക്വയർമെന്റ്സുകൾ ഡിസ്കസ് ചെയ്യുന്നു. റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, പെർഫോമൻസ് അപ്രൈസൽ, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ് ഓർ കോമ്പൻസേഷൻ. ഇതാണ് ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സ്റ്റാഫ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ്? നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ് ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കുക. അപ്പൊ അതിന് നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്റ്റാഫിംഗ് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് അവരെ നേരായ വഴിക്ക് ആ ഒരു പെർട്ടിക്കുലർ ഗോൾസുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും അവരെ ഗൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സൂപ്പർവിഷൻസ് ആണ്, ദെൻ മോട്ടിവേഷൻസ്, ദെൻ കമ്മ്യൂണിക്കേഷൻസ്, ദെൻ ലീഡർഷിപ്പ്. അപ്പം നമ്മൾ ഡയറക്ഷൻസ് കൊടുക്കുന്നത് ആദ്യം അവർക്ക് നമ്മൾ സൂപ്പർവൈസ് ചെയ്യും, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അവരെ മോട്ടിവേറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഔട്ട്കംസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് അവരുടെ കൊളീഗ്സുകളും സുപ്പീരിയേഴ്സുകളും അവരുടെ സൂപ്പർവൈസേഴ്സുകളും തമ്മിലുണ്ടായിരിക്കുക എന്നുള്ളത്. അതേപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റീസുകൾ നമ്മൾ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ് ആണ്. നമ്മൾ എല്ലാ ഇൻഡിവിജ്വലിനെയും ഒറ്റൊരു സിംഗിൾ പ്രോസസ്സിലോട്ട് അവരെ ഹാർമണൈസ് ചെയ്തിട്ട് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ആ ഗോൾസിലോട്ട് നമ്മൾ എത്തിക്കുന്നതിനെയാണ് കോർഡിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ കീ ആസ്പെക്ട്സുകൾ നമ്മൾ ഹാർമണൈസിങ് എഫേർട്സുകളാണ്. നമുക്കറിയാം ഓരോ സ്റ്റാഫുകൾ ഡൈവേഴ്സ് കൾച്ചേഴ്സിൽ നിന്നാണ് വന്നിട്ടുണ്ടാകുന്നത്. അപ്പം ഈ ഡൈവേഴ്സിറ്റി നമ്മൾ എന്താക്കണം, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എല്ലാവരെയും കൂടി നിർത്തി നമ്മുടെ ഗോൾസുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതാണ് കോർഡിനേറ്റിംഗ്. ഇനി ഇൻ്റർഗൽ ടു മാനേജ്മെന്റ് സക്സസ്, ഇൻഡിസ്പെൻസിബിൾ ഫോർ എഫിഷ്യൻസി. കോർഡിനേറ്റിങ്ങിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മാനേജ്മെന്റ് സക്സസ് ആണ്. ഒരു മാനേജ്മെന്റ് സക്സസ് നമുക്ക് അവിടുത്തെ സ്റ്റാഫുകളെ നമുക്ക് എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ആബ്സെൻസ് ഓഫ് ആ മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ പേഴ്സണൽസ് നമ്മുടെ ഗോൾസുകളോ അച്ചീവ്മെന്റ്സുകളോ മാറിപ്പോകാൻ പാടില്ല. പ്രോപ്പർ ഡയറക്ഷൻസുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് കണ്ടിന്യൂസ് റിക്വയർമെന്റ്സ്. നമ്മുടെ ഓരോ ഗോൾസിനും ഇതിനും അനുസരിച്ചിട്ട് നമ്മുടെ ഡൈനാമിക്സുകൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. എല്ലാവർക്കും ഇതിനോട് കോപ്പപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കോർഡിനേഷൻസ്. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ 5 ഫങ്ഷൻസുകളാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ് ആൻഡ് കോർഡിനേറ്റിംഗ്.
ഇതിൽ ജനറൽ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ഹെൻറി ഫോയിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 14 ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസുകളായിട്ടാണ്. ആ പ്രിൻസിപ്പിൾസിലോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, interest, remuneration, centralization, scalar chain, order, equity, stability of tenure, initiative, and esprit de corps. അപ്പം ഓരോ പ്രിൻസിപ്പിൾസുകളും എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഓരോ ടാസ്കുകളും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ട് അത് ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം നമുക്ക് കിട്ടുന്നതിനെയാണ് ഡിവിഷൻ ഓഫ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇപ്പം നമ്മൾ ഏതൊരു ടാസ്ക് ചെയ്യുമ്പോഴും അതിന് അതോറിറ്റൈസ്ഡ് ആയിട്ടുള്ളതും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതെന്താവും, ആ ഒരു ടാസ്കിൽ എല്ലാവരും ഇമ്പോർട്ടൻറ്റ് റോൾസുകൾ വഹിക്കുമ്പോൾ അതൊരു അതോറിറ്റി ക്ലാഷുകൾ ഉണ്ടാകാൻ, ഡിഫറെൻറ്റ് കമാൻഡ്സുകൾ വരാൻ ചാൻസസ്. ഇപ്പം നമ്മൾ ഹൈറാർക്കി പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺട്രോൾ ആണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള കൺട്രോൾ എൻവയോൺമെൻറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. നമുക്ക് ഗൈഡ് ലൈൻസുകൾ പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കണം. ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു ടീം തന്നെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് യൂണിറ്റി ഓഫ് കമാൻഡ്. പ്രോപ്പറായിട്ടുള്ള ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ റിപ്പോർട്ടിംഗ് പവറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിനെ ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യാനോ സമ്മതിക്കാതെ പ്രോപ്പർ സിസ്റ്റം ഓർ ഹൈറാർക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. നമുക്ക് എല്ലാവർക്കും ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള പ്ലാൻസുകൾ ഉണ്ടാവും. ഡിഫറെൻറ്റ് കമാൻഡ്സുകൾ വരുമ്പം നമ്മുടെ ടാസ്ക് ഫോഴ്സുകൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് എന്താകാം, നമ്മുടെ ഗോൾസുകളും ഒബ്ജക്റ്റീവ്സുകളും വഴി തെറ്റി പോകാൻ ചാൻസസ്. അപ്പം യൂണിഫൈഡ് ആയിട്ടുള്ള പ്ലാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും യൂണിറ്റി ഡയറക്ഷൻസ് കൊടുക്കുമ്പോൾ എല്ലാവരും പ്രോപ്പർ ഡയറക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി. ഇപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ എപ്പോഴും ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി വേണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇൻഡിവിജ്വൽ ആസ്പെക്ട്സോ ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റുകളെയോ നമ്മൾ അവരുടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സമ്മതിക്കുക. അതൊരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ് ഡിസിഷൻ മേക്കിംഗ് പവർ. സ്കലാർ ചെയിൻ. സ്കലാർ ചെയിൻ എന്ന് പറയുന്നത് പ്രോപ്പർ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻസ് ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ പ്രോപ്പറായിട്ട് അപ്പർ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ഡിവിഷൻസുകൾ ഉണ്ടാകും. ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് വേയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതിന് ഓർഡർ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഇക്വിറ്റിയാണ്. ഫെയർ കോമ്പൻസേഷൻസുകൾ കൊടുക്കുക, എല്ലാ എംപ്ലോയീസിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക, അവരുടെ ഏതൊരു ഫാക്ടർ വെച്ചിട്ടും നമ്മൾ ബയാസസ് കാണിക്കാതിരിക്കുക, ഫെമിലറിസം അല്ലെങ്കിൽ ഫേവറിറ്റിസം കാണിക്കാതിരിക്കുക എന്നുള്ളത്. സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ. നമ്മളെ വർക്ക് ഫോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മളൊരു ഓർഗനൈസേഷൻ്റെ അസറ്റുകളാണ്. അവർക്ക് ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ആ ഒരു ഫാക്ടർ നിലനിൽക്കുന്ന കാലത്തോളം മാത്രമേ അവരുടെ മാക്സിമം ഔട്ട്പുട്ട്സുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. ഈ ഇൻട്രസ്റ്റുകളെ നമ്മുടെ ഔട്ട്കമ്മിലോട്ട് നമുക്ക് എന്താണോ ലഭിക്കാൻ പോകേണ്ടത് ആ ഔട്ട്കമ്മിലോട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇനീഷ്യേറ്റീവ് ആണ്. എംപ്ലോയീസിന് അവരുടെ ക്രിയേറ്റിവിറ്റികളും സജഷൻസുകളും പറയാനുള്ള ഒരു സ്പേസ് നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എസ്പെർട്ട് ഡേ കോപ്സ് എന്ന് പറയുന്നതാണ്. ടീം വർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നതാണ്. നമ്മളൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അതൊരു ടീം വർക്കായി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് ഹെൻറി ഫോയലിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്സുകളാണ്. ഇതിൽ വരുന്നത് ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, കൺട്രോൾ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി, scalar chain, order, equity, stability of tenure, subordination of individual interest,
initiative and spread the jobs. മാനേജ്മെന്റ് ലെവൽസുകൾ എന്ന് പറയപ്പെടുന്നത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകൾ അവരുടെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെന്റ് കാറ്റഗറീസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് മാനേജ്മെന്റ് ലെവൽസുകൾ എന്ന് പറയുന്നത്. ഏതൊരു ഓർഗനൈസേഷനും ഹൈറാർക്കിയൽ സ്ട്രക്ചർ ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചീഫ് ഉണ്ടാകുന്നത്, അതിൻ്റെ പോലെ സബോർഡിനേറ്റ്സുകൾ ഉണ്ടാകുന്നത്, ലൈൻ വർക്കേഴ്സുകൾ ഉണ്ടാകുന്നത്, സുപ്പീരിയേഴ്സുകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു മാനേജ്മെന്റ് ലെവൽസുകളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് സുപ്പീരിയർ ലെവൽ മാനേജ്മെന്റ്സ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, അതേപോലെ ലോവർ ലെവൽ മാനേജ്മെന്റ്. അപ്പോൾ സുപ്പീരിയർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണ്. അതിലുണ്ടാകുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സിഇഒസ് ആണ്. അവർക്കാണ് ഏറ്റവും ഫോർമുലേറ്റിംഗ് പ്ലാൻസും സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്സുകളൊക്കെ ഇൻവോൾവ് ആയി നിൽക്കുന്നത്. അപ്പം അവർക്ക് അത്യാവശ്യമായിട്ടുള്ള സ്കിൽസുകൾ എന്ന് പറയപ്പെടുന്നത് പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് നോളജ് ഉണ്ടാകണം, എക്സ്റ്റേണലും ഇന്റേണൽ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടും അറിവുണ്ടായിരിക്കണം, അനലിറ്റിക് ആയിരിക്കണം, പ്രോപ്പർ ഡിസിഷൻ മേക്കിങ്സിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാകാൻ പറ്റണം. നെക്സ്റ്റ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ വരുന്ന എക്സാമ്പിൾസുകളാണ് ബ്രാഞ്ച് മാനേജേഴ്സും ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സും. ഇവരുടെ പ്ലാൻസുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കോർഡിനേഷൻസും കൺട്രോൾസുകളും ചെയ്യുന്ന ലെവൽസുകളാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇവരാണ് നമ്മുടെ ലോവർ ലെവൽ മാനേജ്മെന്റിനെ വർക്ക് ഫോഴ്സിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഇതേപോലെ തന്നെ നമ്മുടെ ലോവർ ലെവൽ മാനേജ്മെന്റിനെ അപ്പർ ലെവൽ മാനേജ്മെന്റുമായിട്ട് കണക്ട് ചെയ്യാൻ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ലെവൽസുകളാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റുകൾ എന്നും പറയപ്പെടുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. ഇതിൽ പൊസിഷൻസ് വരുന്നത് സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ ആൻഡ് വർക്കേഴ്സ്. നമ്മുടെ ലൈൻ ഫോഴ്സസുകളാണ് ലോവർ ലെവൽ മാനേജ്മെന്റ്. അവരാണ് നമുക്ക് ശരിക്കുമുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നത്. അവരാണ് നമ്മുടെ വർക്ക് ഫോഴ്സസുകൾ എന്ന് പറയുന്നത്. ആ പ്രോപ്പർ ആയിട്ടുള്ള ടാസ്ക് കംപ്ലീഷന് വേണ്ടിയിട്ടുള്ള നോളജുകൾ, പ്രോപ്പർ ക്വാളിറ്റി, പ്രോപ്പർ ഗൈഡൻസുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവരുടെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ഓർഡേഴ്സിനനുസരിച്ചിട്ട് ഡ്യൂട്ടിയും അസൈൻമെന്റ്സുകളും ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ്, ഈ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഒരു മാനേജർ ആരാണ്? ഈ ഒരു മാനേജർ എന്ന് പറയുന്നത് ഒരു മാനേജർ എന്ന് പറയുന്നത് നമ്മുടെ ഗോൾസുകളും ഒബ്ജക്റ്റീവുകളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്കംസുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ് ലീഡർഷിപ്പും ഓർഗനൈസേഷണൽ സ്ട്രാറ്റജീസും എംപ്ലോയ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ മാനേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മാനേജറിന് അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ട കുറച്ച് ഒരു മാനേജറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫോർമേഷണൽ റോൾസ്, അതേപോലെ ഡിസിഷണൽ റോൾസ്. ഇന്റർപേഴ്സണൽ റോൾസിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഫിഗർ ഹെഡ് ആവുക, ലീഡർ, അതേപോലെ ലൈസൻസ് ആവുക. ഫിഗർ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ഹെഡായിട്ട് അതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിവിജ്വലാണ് മാനേജേഴ്സ്. അവരെ ലീഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ടാവുക, അതാണ് ഒരു ലീഡർ എന്ന് പറയുന്നത്. അതേപോലെ ലൈസൺ ആവുക എന്നുള്ളതാണ് നമ്മുടെ ഓർഗനൈസേഷനും ഇന്നർ ആസ്പെക്റ്റിൽ നിന്നും എക്സ്റ്റേണൽ ആസ്പെക്റ്റിൽ നിന്നൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ആയി നിൽക്കുക. അത് ലോവർ ലെവൽ മാനേജ്മെന്റിൽ നിന്ന് അപ്പർ ലെവൽ മാനേജ്മെന്റിലോട്ട് കണക്ട് ചെയ്യുന്നതും ഇന്റേണൽസിനെ എക്സ്റ്റേണൽസിലോട്ട് കണക്ട് ചെയ്യാനും. നെക്സ്റ്റ്, ഇൻഫോർമേഷണൽ റോൾസുകൾ. ഇൻഫോർമേഷണൽ റോൾസുകൾ നമുക്ക് ഒരു മോണിറ്റർ ആകണം, ഒരു ഡിസമിനേറ്റർ ആകണം, അതേപോലെ സ്പോക്ക് പേഴ്സൺസുകളായിരിക്കണം. ഇപ്പൊ മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടിവിറ്റീസോ ഇല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽസിൻ്റെയോ സ്പോക്ക് പേഴ്സൺ ആണ്. ഇല്ലെങ്കിൽ ഒരു മാനേജർ എന്ന് പറയുന്നത് മോണിറ്റർ റോൾസുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഇൻഫോർമേഷൻസുകളും റിസീവ് ചെയ്യുന്നതും അതിനോടനുസരിച്ചിട്ട് ഓരോ പേഴ്സണൽസിൻ്റെ കോണ്ടാക്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റണം. അതേപോലെ ഡിസമിനേറ്റർ ആണ്. ഒരു ഓർഗനൈസേഷണൽ മെമ്പേഴ്സിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് ഫോർവേഡ് ചെയ്യാൻ, അത് തിരിച്ച് നമുക്ക് റിപ്ലൈ ആയിട്ട് കിട്ടുന്നതൊക്കെ ഈ ഒരു റോൾസിൻ്റെ വഴിയാണ്. അതേപോലെ സ്പോക്ക് പേഴ്സൺ ആണ്. നമുക്ക് വേണ്ടിയിട്ട് ലോവർ ലെവൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട്
ഫങ്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ കൂടിയാണ് സ്പോക്ക് പേഴ്സൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസിഷണൽ റോൾസുകൾ. ഒരു മാനേജർ ഒരു ഓണ്ടർപ്രണർ ആയിട്ട് ആക്ട് ചെയ്യണം. അതേപോലെ ഡിസ്റ്റർബൻസ് ഹാൻഡിൽ, റിസോഴ്സ് അലോക്കേറ്റർ ആൻഡ് നെഗോസിയേറ്റർ. ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഐഡിയാസുകൾ, ഈ ഐഡിയാസ് അനുസരിച്ചിട്ട് വേണം നമ്മളെ വർക്ക് ഫോഴ്സസുകളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്യാൻ. ഒരു ഐഡിയ പോലും ഇല്ലാത്ത ഒരാൾക്ക് മാനേജർ ആവുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടേ മാറുകയുള്ളൂ. അതേപോലെ ഡിസ്റ്റർബൻസ് ഹാൻഡിലർ. നമുക്കറിയാം നമ്മുടെ വർക്ക് ഫോഴ്സുകൾ എപ്പോഴും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂസുകൾ ഉണ്ടാകാം. ഈ ഇഷ്യൂസുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മുടെ മാനേജർക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ റിസോഴ്സ് അലോക്കേറ്റർ. ആവശ്യമായിട്ടുള്ള വർക്ക് ഫോഴ്സസുകളെ ഡിഫറെൻറ്റ് പൊസിഷൻസിലോട്ട് അലോക്കേറ്റ് ചെയ്ത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടാസ്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു നെഗോഷിയേറ്റർ ആണ്. ഡിപ്പാർട്ട്മെന്റ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ഓർഗനൈസേഷനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും നെഗോഷിയേറ്റ് ചെയ്ത് ആ ടാസ്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മുടെ മാനേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസുമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസ്, ഫങ്ഷണൽ ഏരിയാസുകൾ, അത് മാനേജറിയൽ റോൾസുകളും അതേപോലെ ഫങ്ഷണൽ ആസ്പെക്റ്റ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായത് 14 കീ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ദെൻ നമുക്ക് ഒരു മാനേജറിൻ്റെ ക്വാളിറ്റീസുകളാണ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.